റോഷിപാൽ, അതാണ് വലിയ ആത്മവിശ്വാസമുണ്ട് UDF ക്യാമ്പിന്. ഇപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുമ്പോൾ അത് ആത്മവിശ്വാസം നൽകുന്നതുമാണ്. വിനിത, വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് UDF മുട്ടടയിൽ മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. കാരണം വൈഷ്ണവ പ്രചാരണം തുടങ്ങി തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്. വലിയ ആശങ്കയുണ്ടായിരുന്നു, ആശയക്കുഴപ്പമുണ്ടായിരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ആലോചന വരെ UDF നേതൃത്വം എടുത്തതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി വൈഷ്ണവ അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ആവേശത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. മാത്രവുമല്ല, നിലവിലെ സാഹചര്യം അനുകൂലമാണെന്ന വിലയിരുത്തൽ കൂടി UDFനുണ്ട്. അങ്ങനെ തോൽവി ഭയന്നാണ് മുട്ടടയിൽ CPMകാർ ഈ വോട്ട് തള്ളിക്കാൻ വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയത് എന്ന ആരോപണം കൂടി UDF ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഉയർത്തി പ്രചാരണം ശക്തമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വൈഷ്ണവയ്ക്ക് അനുകൂലമായ നിലപാടാണ് ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഷിപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. റോഷിപാൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിപ്പോൾ ശബരിനാഥ് പറഞ്ഞതുപോലെ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു സാമ്പിൾ എന്ന രീതിയിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഇതിനെ കാണുകയും ചെയ്യുന്നത്. വിനിത, തീർച്ചയായും വലിയ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമല്ല, ഈ തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത്. ശബരിനാഥനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഏതാണ്ട് ഭൂരിഭാഗം ഡിവിഷനുകളിലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴാണ് മുട്ടട ശ്രദ്ധേയമാകുന്നത്. അവിടെ വൈഷ്ണവെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ അത് CPMന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയായിരുന്നു. അതുകൂടി പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം. അങ്ങനെ ഈ തവണ ഭരണം പിടിച്ചെടുക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടെ അത് കെ മുരളീധരനടക്കം നേരത്തെ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ശശി തരൂർ സജീവമായി, കോൺഗ്രസ് നേതൃത്വവുമായി പലപ്പോഴും തർക്കിക്കുന്ന തരൂർ സജീവമായി ഇവിടെയുള്ള UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പ്രവർത്തകർക്ക് പിന്നീട് വലിയ ആവേശം പകരുന്നതാണ്. അങ്ങനെ നേതാക്കൾ ഒന്നാകെ തെരുവിലിറങ്ങി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതാണ് ശബരിനാഥൻ അടക്കം സജീവമായി തന്നെ എല്ലാ ഡിവിഷനുകളിലും പോയി ഓരോ അവിടെ നമുക്ക് ഗോപാലിലേക്ക് കൂടി പോകാം. ഗോപാലാണ് അവിടെ വൈഷ്ണവയ്ക്കൊപ്പം ഉള്ളത്. ഗോപാൽ, വലിയ സന്തോഷത്തിലാണ്, ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് വൈഷ്ണയും ശബരിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളും പറയുന്നത്. അതെ വിനീത, ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും തന്നെയാണ് UDFന്റെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണ. ഇപ്പോൾ അല്പം മുമ്പ് ഈ കോടതിയുടെ പരാമർശങ്ങളൊക്കെ വന്നപ്പോൾ പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഇവിടെ പ്രവർത്തകർ ഇവരുടെ അനുകൂലമായിട്ടുള്ള പരാമർശത്തെ ആഘോഷിച്ചത്. തുടർന്ന് വൈഷ്ണ നമ്മോട് വ്യക്തമാക്കിയത് പൂർണ്ണമായും ഒരു അനുകൂലമായ വിധി ഉണ്ടാകുമെന്നും അതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നും അതിനോടൊപ്പം തന്നെ ഈ നാളെ ഹിയറിംഗിന് വേണ്ടി കൃത്യമായി തന്നെ അറിയിച്ച സമയത്ത് ഹാജരാകുമെന്നും നമ്മോട് വൈഷ്ണ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ എന്തായാലും ഈ പ്രവർത്തകർ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ വൈഷ്ണവയുടെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വൈഷ്ണവയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതെ, നമുക്ക് വളരെയധികം ആത്മവിശ്വാസം, അതായത് സാധാരണക്കാർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തുനിന്നും. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോടതിയെ വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാളെ ഹിയറിംഗിന് ഹാജരാകണമെന്ന് അറിയിച്ചിരിക്കുന്നു. അത്തരം അറിയിപ്പുകളൊക്കെ വന്നോ? നാളെ കൃത്യസമയത്ത് തന്നെ ഹാജരാകുമോ? നാളെ ഹിയറിംഗിന് ഹാജരാകണമെന്നാണല്ലോ അറിയിച്ചിരിക്കുന്നത്. അതെ, നാളെ ഹിയറിംഗിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നാലും കുഴപ്പമില്ല, നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ വിചാരിക്കുന്ന പോലെ തന്നെ വളരെ നല്ല. ശരി, സ്ഥാനാർത്ഥി പ്രചാരണ ചൂടിലാണ് ഗോപാൽ. ഏതായാലും വൈഷ്ണവയുടെ പ്രതികരണം ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. കോടതി വിധി അനുകൂലമായതോടെ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്.